ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, വെറുതെ വന്നിരിക്കാം. അങ്ങനെ നമ്മൾ വന്ന് കാണാൻ പോണത് കടൽ കാണാനാണ് പോണേ. ഞാൻ കുറേ നടന്ന് ഇവിടെ ഓടി കുറച്ച് ഷോർട്സൊക്കെ ഇട്ടു, അപ്പം അതിൻ്റെ കുറച്ച് വയ്യായിട്ടുണ്ട്. പക്ഷെ നോക്കിയേ, അടിപൊളിയല്ലേ? അത് താഴത്ത് പുല്ല് പിന്നെ ഇത് ചൂടുകാലാകുമ്പോൾ ഉണ്ടാകും. ഇപ്പൊ തണവിൻ്റെ ടൈമാണല്ലോ, ഫെബ്രുവരി മാർച്ചൊക്കെ ആവണല്ലോ. അപ്പം അതിൻ്റെ എന്തായാലും നടക്കണേ. ഇവിടെ ഇതിൻ്റെ അടിയിൽ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, ഇത്തിരി പൂക്കളൊക്കെ കുറഞ്ഞു. അറിയില്ല, അവിടെ ഉണ്ട് അതുപോലെ. ഇവിടെ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത്, കുഞ്ഞ് പീക്കിരി കുട്ടികളാണ്. അവർ സുഖമല്ലേ, പുല്ലിൽ വന്ന് സുഖമായി, നല്ല ക്ലൈമറ്റ്. ഞാൻ കാണിച്ചു തരാം. നടന്നൊരു 10 മിനിറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നടന്നൊരു 10-15 ആകുമ്പോഴേക്കും പെട്ടെന്ന് ലൈറ്റ് ഒന്ന് ഡല്ലായി. ഈ സ്ട്രീറ്റിന്റെ മഞ്ഞ ലൈറ്റിലാണ് എന്തെങ്കിലും മഞ്ഞിട്ട് കാണുന്നത്. അതാണ് വൈകുന്നേരത്തേക്കും കാറ്റ്, ഭയങ്കര കാറ്റ്. ഈ ഈന്തപ്പനയുടെ കാടിന് കാണാല്ലേ, നല്ല കാറ്റ്. അതുകൊണ്ട് നല്ല തണവുണ്ട്. ശരിക്കും വല്ല ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വരണം നൈറ്റ് ഇങ്ങനെ നടക്കാനൊക്കെ. നല്ല തണുണ്ട്, കയ്യൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് കുറച്ച് നടക്കാൻ കുറെ പിള്ളേര് കളിക്കണ്ടായി. പിള്ളേരൊക്കെ എന്നും കളിച്ച് അമ്മക്ക് തണുപ്പത്തോടെ പ്രശ്നമില്ലാതെ തോന്നുന്നുണ്ടാ. സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ സൺസെറ്റൊക്കെ കാണാന്ന് വിചാരിച്ചു വന്നതാ. കടല് നല്ല സൗണ്ടൊക്കെ ഉണ്ട്. കടല് തിര അടിക്കുന്ന സൗണ്ട്, തിരയും ഇങ്ങനെ അടിക്കുന്നത് കാണാനുണ്ട് നമുക്ക്. അമ്മാതിരി കാറ്റാ ഇവിടെ. കടല് അങ്ങോട്ട് ഒരു സ്റ്റെപ്പാണ് അടി.
കാറ്റടിക്കട്ടെ ചുട്ടുന്നാവൊക്കെ രസം അത്രയും കാറ്റുണ്ട്. ഞാൻ ഈ നടക്കണ ഞാൻ പിന്നെ ഉണ്ടാവുന്നുണ്ട് തന്നെ കാറ്റിട്ടതുകൊണ്ട് മതിട്ടാണോ. ഈ ഫ്ലാഗ് മണലിൽ കാറ്റടിച്ചിട്ടേ നമ്മളെല്ലാരും തിരിച്ചു പോയി. നൈറ്റ് കാണാനൊക്കെ അടിപൊളിയാണ്. കാറ്റുള്ളതുകൊണ്ടേ ചെവിയൊക്കെ നടക്കാനും ഓടാനൊക്കെ. അപ്പൊ അവരെ 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോ അത് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര നടന്നു എന്തായാലും ഈ ബീച്ച് ഞാൻ കാലത്ത് ഒരു ദിവസം കാണിച്ചത് നല്ല വെളിച്ചത്തുള്ളപ്പോ നല്ല ബ്ലൂ വാട്ടറാണ്. കുളിക്കാൻ കാലത്ത് വന്ന് കുളിക്കാൻ വൈകിട്ട് വന്ന് കുളിക്കാൻ ഇറങ്ങാൻ കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട്. എൻട്രൻസ് ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ പറ്റത്ത് ബാക്കി കടലിലേക്കൊക്കെ പോകാനായിട്ട്. ടിക്കറ്റ് 10 വരും. ഒരു ദിവസത്തേക്ക് 10 കളിക്കാനായിട്ടൊന്നും ഇല്ല, കുറവ് ഊഞ്ഞാലുണ്ട്, പിന്നെ ഒരു മീനിന്റെ ഷേപ്പിലുള്ള ഒരു സംഭവം. പൈസ ഉണ്ടായി